ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് അവിടെ സ്ഫോടനമുണ്ടാകുമോ എന്ന് കരുതിയിട്ടല്ല, ഇന്ത്യയെ പേടിച്ചിട്ടാണ്. അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പ്രത്യാക്രമണമോ അതിർത്തി കടന്നുള്ള സംഘർഷങ്ങൾക്കോ സാധ്യതയുണ്ടെന്ന് കരുതി അങ്ങനെ ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് പാകിസ്ഥാൻ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു രീതിയിലേക്ക് കടന്നിരിക്കുന്നത്. അതെ, പാകിസ്ഥാൻ നോട്ടം പ്രഖ്യാപിച്ചു. അതായത് എയർ ട്രാഫിക് എല്ലാ പൈലറ്റുമാർക്കും നിർദ്ദേശം കൊടുത്തു. സ്വാഭാവികമായിട്ടും അതൊരു ഇതുവരെ പാകിസ്ഥാൻ എല്ലാത്ത രീതിയിലുള്ള ഹൈ അലേർട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ എന്തുമാത്രം ഒലിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവരിപ്പോൾ കൊടുത്തിരിക്കുന്ന ഹൈ അലേർട്ട്. കാരണം ഡൽഹിയിലുണ്ടായ ബോംബിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വെറുതെ ഇരിക്കില്ല എന്ന് അവർക്ക് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല, ഏത് തീവ്രവാദ ആക്രമണവും രാജ്യത്തിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കും എന്ന് ഇന്ത്യ നിയമം പരിഷ്കരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അത് പാകിസ്ഥാൻ്റെ നേരേക്ക് വിരൽ ചൂണ്ടുക. തൽക്കാലം ഇന്ത്യയെ വന്ന് ആക്രമിക്കാൻ വേറെ ആളുകളൊന്നുമില്ല. ഈ ആക്രമണത്തിൽ പങ്കെടുത്ത എല്ലാം മുസ്ലിങ്ങളാണ്. ഇവരുടെയൊക്കെ പാക് കളക്ഷൻസൊക്കെ വരും ദിവസങ്ങളിലൊക്കെ വിശദമാകും. അപ്പോൾ അതിനിടയിൽ ഇവർ എന്തിനാണ് ഈ ചാടിക്കയറി അലർട്ട് കൊടുത്തത്? അപ്പോൾ അതിനെന്തോ സംശയിക്കാനുണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന് ഇതിൽ ബന്ധം ഉണ്ടാവും, അല്ലാതെ വെറുതെ അടിക്കില്ലല്ലോ. നമ്മളിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ പോയത്? തെളിവുണ്ട്. അവിടുത്തെ ടെററിസ്റ്റുകളാണ്, പാക് ടെററിസ്റ്റുകളാണ്, അവരാണ് വന്ന് ആക്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാം അവരുടെ ഏജന്റ് വഴി ഇന്ത്യയിലുള്ള ആളുകളെ കണ്ടെത്തി ചെയ്യിപ്പിച്ചതാണെങ്കിലും അഥവാ നേരിട്ട് ചെയ്തതാണെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാവും എന്നുള്ള ഭീതി പാകിസ്ഥാന് ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഹൈ അലർട്ട് ഇപ്പോൾ കൊടുക്കാനുള്ള സാഹചര്യം. അല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ അവർ ഈ അടി ലഭിച്ചതിലൂടെ ഒതുങ്ങുമെന്ന് കരുതിയല്ല, പക്ഷേ ഈ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റങ്ങൾ സജീവമാകുന്നു. ഇടയ്ക്ക് തന്നെ ഇന്റലിജൻസിന്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. ജമ്മു കാശ്മീർ മേഖലയിലാണ് സ്ഫോടനം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നത്, പക്ഷെ നടന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനാണ്. എന്തുകൊണ്ട് പാകിസ്ഥാന് പാഠം പഠിക്കാൻ കഴിയുന്നില്ല? പാകിസ്ഥാനിൽ നല്ല ഒരു ഇസ്ലാമിക തീവ്രവാദിയും പാഠം പഠിക്കില്ല. കാര്യം അവരിവിടെ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ജനിച്ചവരല്ല. അവർ സ്വർഗത്തിലെ ഹൂറികളെ അന്വേഷിച്ച് വന്നവരാണ്. എങ്ങനെയാണ് അവരിവിടെ ജനിച്ചുപോയി? അപ്പോൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എവിടെ എത്തണം? സ്വർഗത്തിലെത്തണം, ഹൂറികൾ അടുത്തെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭൂമിയിൽ നമുക്കൊക്കെ മറ്റുള്ള വിഭാഗക്കാർക്കൊക്കെ മതവിഭാഗങ്ങൾക്കൊക്കെ ഭൂമിയിൽ ജീവിക്കുക, അന്തസ്സായിട്ട് ജീവിക്കുക, സ്റ്റാറ്റസോടെ ജീവിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുക, എന്നിട്ട് നല്ല മരണം തരണേ എന്ന് പ്രാർത്ഥിച്ച് ഇരിക്കുന്നവരാണ് മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർക്ക് എങ്ങനെയും മരിച്ചാൽ മതി. അത് വെറുതെ മരിക്കുകയല്ല, ആത്മഹത്യ ചെയ്യുക, കുളത്തിച്ചാടി ചാവുമെന്ന് അവർ ചെയ്തില്ല. 10 കാഫറുകളെ കൊന്നിട്ട് ചത്താലേ മറ്റേടത്ത് അവിടെ എടുക്കുകയുള്ളൂ, എവിടെ? ഹൂറികളടുത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് കാഫറുകളെ എങ്ങനെ കൊല്ലാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ പറഞ്ഞ ഓപ്പറകളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇവരുടെ മനോഭാവം മാറും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. കാര്യം അവരുടെ ലക്ഷ്യം ഇതാണ്: മനുഷ്യനായി ജീവിക്കാൻ, അതുപോലെ സിവിലൈസ്ഡായിട്ട് ജീവിക്കാൻ ഇവർ ഇനിയും പഠിച്ചിട്ടില്ല എന്നുള്ളത്. സുഡാനിൽ നമ്മൾ കാണുന്നില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നവരെ മുസ്ലിങ്ങൾ തന്നെ. അവിടെ വേറെ ജനവിഭാഗം ഇല്ല. ഇവർ തമ്മിലടിക്കുക, സുന്നി എന്നും ഷിയ എന്നും അതും ഇതൊക്കെ പറഞ്ഞിട്ട് തമ്മിലടിച്ചാവുകയാണ്. ആർക്ക് വേണ്ടി? മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു അധമ വർഗമായിട്ട് ഇത് ലോകത്ത് മാറിയില്ല. അവിടെ ബീഹാർ ഇലക്ഷൻ ഇല്ല, എന്തോ അവിടെ ഇലക്ഷനുകളൊന്നുമില്ല, അവിടെ ഇലക്ഷനൊന്നുമില്ല. അതുകൊണ്ട് അവിടെ അതെ, പരസ്പരം അടിക്കുക ഇല്ലേ. അവിടെ എനിക്കിവിടെ കാഫർ ഉണ്ടാവില്ല. കാഫർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ പക്ഷേ അവർ തമ്മിലടിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്ത്യയിലാണെങ്കിൽ ഇഷ്ടംപോലെ കാഫറുണ്ട് താൻ. ഇവിടെ അവർക്ക് അവരുടെ രാജ്യം സ്ഥാപിക്കണം, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഈ നിരന്തരം അവർ ചെയ്യുന്ന കാരണത്തിന് ഹൂറികൾക്ക് റെസ്റ്റ് ഇല്ല. ആളുകൾ ഇഷ്ടംപോലെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അവർ വേറെ പരിപാടി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ. അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ അവിടുത്തെ സാഹചര്യം ഇപ്പോൾ അതായിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട ആളുകൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. അപ്പോൾ വിദ്യാഭ്യാസം കിട്ടുന്നത് കൊണ്ട് മനോഭാവത്തിൽ മാറ്റം വരുന്നില്ല നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവരൊരിക്കലും ഇവരുടെ ഈ മനോഭാവത്തിൽ മാറ്റം വരുന്നില്ല. നിങ്ങൾക്ക് എത്ര ഉന്നത വിദ്യാഭ്യാസം കിട്ടിയാലും ശരി, അവരതിൽ മാറ്റം വരുന്നില്ല. അവരുടെ ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനായിട്ട് ആരുടെയൊക്കെ സഹായം നമുക്ക് കിട്ടുമ്പോൾ അതെല്ലാം സ്വീകരിക്കും. എത്രത്തോളം ആളുകളെ കൊല്ലാൻ കഴിയും നമ്മൾ അത്രത്തോളം ആളുകളെ നമ്മൾ കൊല്ലുകയും ചെയ്യും. ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട.
ഈ സംഭവത്തിൽ പാകിസ്ഥാന്റെ പങ്ക് കൃത്യമായി തെളിയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. എങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാകില്ല. മുമ്പൊരിക്കൽ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, അതായത് ഇനി ഇതുപോലൊരു അറ്റാക്ക് ഭാരതത്തിലെ പൗരന്മാർക്ക് നേരെ ഉണ്ടായാൽ പഴയതുപോലെ ആയിരിക്കില്ല സാഹചര്യം. അത് രാജ്നാഥ് സിംഗും ആവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധ മന്ത്രി അദ്ദേഹം 2 3 തവണ ഇത് ആവർത്തിച്ചു. നമ്മുടെ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം പറഞ്ഞു, നമ്മുടെ CDS മുന്നറിയിപ്പ് കൊടുത്തു. കാരണം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ദുസ്സാഹസം കാണിക്കരുത്. ഇനി നമ്മുടെ പൗരന്മാരുടെ ദേഹത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ പഴയതുപോലെ ആയിരിക്കില്ല എന്ന് സൂചന പല തവണ പ്രധാനമന്ത്രി മുതൽ ആർമി ചീഫ് വരെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയൊരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ്റെ സർവനാശത്തിലേക്ക് പോകുന്നതായിരിക്കും. അത് യാതൊരു തർക്കമായ കാര്യത്തിൽ വേണ്ട. കാരണം ഇനിയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ, ഭാരതീയർക്കും ഭാരത സർക്കാരിനും സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ. ഒരു നിരന്തരമായ ഒരു അയൽക്കാരുടെ ശല്യം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മളെ വീട്ടിൽ തൊട്ടടുത്ത് താമസിക്കുന്നത്, നമ്മൾ അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല, ആ പക്ഷേ നിരന്തരം നമ്മളെ ശല്യം. അപ്പോൾ ആ ശല്യം നിരന്തരമായിട്ട് ഒഴിവാക്കണ്ടേ? ഒഴിവാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കടുത്ത ഇടപെടലുകൾ ചെയ്യേണ്ടി വരും. ഇത് പാകിസ്ഥാന് മനസ്സിലായിട്ടുണ്ട്. കാര്യം അവർ തന്നെയാണ് ഇതിൽ സൂത്രധാരന്മാർ എന്ന് പറയാതെ അവർ പറയുകയാണ് ഈ ഹൈ അലർട്ടിൽ കൂടി. അല്ലാതെ ഒന്നും ചെയ്യാതെ നമ്മൾ ആരെങ്കിലും ആക്രമിക്കില്ലല്ലോ. ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന അന്വേഷണങ്ങൾ നമ്മുടെ എല്ലാ അന്വേഷണ ഏജൻസികളും പാകിസ്ഥാന് തന്നെ വ്യക്തമായില്ലേ, തങ്ങളുടെ പങ്ക് തെളിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പിച്ചത് കൊണ്ടാണല്ലോ ഈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആണ്, തീർച്ചയായിട്ടും. അല്ല, അതാണ് പറഞ്ഞത്. ആ തിരിച്ചടി ഉണ്ടാവുമെന്ന് മാത്രമല്ല, നമ്മൾ കരുതേണ്ടതെന്ന് പറയുന്നത് അവർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. ആ പങ്കുള്ളതുകൊണ്ടല്ല അവർ പേടിച്ചിട്ട് ഹൈ അലർട്ട് കൊടുക്കുന്നത്. പങ്കില്ല പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. എത്ര അന്വേഷണത്തിൽ ഞങ്ങളിലെത്തില്ല, കാരണം ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ളതാണ്. പക്ഷേ അതല്ല, മാത്രമല്ല പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത്, പാകിസ്ഥാൻ തീവ്രവാദം ചെയ്യുന്നത് ഇപ്പോൾ ബംഗ്ലാദേശിനെ അവർ ലോഞ്ച് പാഡായിട്ട് ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ചുകൂടി റീച്ചുണ്ട്. മാത്രമല്ല വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി ഉണ്ട്, എന്ത് സഹായം തീവ്രവാദികൾക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട്. നമ്മുടെ ഫെൻസിങ് ഇല്ല അവിടെ. ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വരാൻ ഈസി ആയിട്ട് സമയത്ത് കടന്നു വരാൻ തിരിച്ചു പോകാം. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് കുറച്ചൊരു ബംഗ്ലാദേശ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ തീവ്രവാദികൾ നല്ലൊരു പങ്കും ബംഗ്ലാദേശിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ഏജൻസികൾ തരുന്ന സൂചനകൾ. അത് ഇന്ത്യ ഗവൺമെൻറ് ആ രീതിയിൽ വേണ്ട രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ രോഹിംഗ്യകളെ വലിയ തോതിൽ ബംഗ്ലാദേശ് വഴി പുറത്തായിക്കൊണ്ടിരിക്കുക, അവരെ മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടുക. മാത്രമല്ല ഫെൻസിങ് ഇല്ലാത്ത സ്ഥലം, വേലില്ലാത്ത സ്ഥലങ്ങളിൽ വേലിട്ടുന്ന പരിപാടി നടക്കുന്നുണ്ട്. പക്ഷേ ഒരു സംസ്ഥാന സർക്കാർ രാജ്യത്തിനെതിരെ നിൽക്കുന്ന സമയത്ത് ഇതിനൊക്കെ എന്തുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ഫെൻസിങ് നടക്കാൻ പറ്റാതെ പോയത്? ഈ മമതാ ബാനർജി സമ്മതിക്കാത്തതുകൊണ്ടാണ്. കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് വോട്ടാണ് പ്രധാനം. കാര്യം ഇല്ലീഗൽ ആയിട്ടുള്ള ഈ ബംഗ്ലാദേശികളും രോഹിംഗ്യകളുടെ വോട്ട് വാങ്ങിച്ചാണ് അവർ ജയിച്ചുകൊണ്ടിരുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്ക് SIR-നെ ആളുകൾ പേടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? അതും അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. കാരണം ഇത് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരല്ല, അവിടെയുള്ള പ്രാദേശികമായ BLO-മാരാണ്. അപ്പോൾ അവർ ഇത്തരം ബംഗ്ലാദേശികൾക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട്. അല്ല, അതുകൊണ്ടാണ് അതിന് മുമ്പായിട്ട് തന്നെ ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നത്, ഡിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഇവർ ചെയ്തേക്കാം എന്നൊരു സംശയം സർക്കാരിനുള്ളത് കൊണ്ടാണ് ഇവരിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഡിപ്പോർട്ട് ചെയ്യുന്നത്. ആളുകളെ കണ്ടെത്തി. അത് ബംഗാളിൽ മാത്രമല്ല, മറ്റു പല കഴിഞ്ഞ ദിവസം UP നിന്നും കുറേ ആളുകളെ പിടിച്ച് തിരിച്ചയച്ചിരുന്നു. എല്ലാ സ്ഥലത്തും ഇങ്ങനൊരു കേരളം മാത്രമാണ് ചെയ്യാത്തത്. എല്ലാ സ്റ്റേറ്റുകൾക്കും നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാത്ത ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. കാര്യം നമ്മൾ ഈ പറഞ്ഞ എല്ലാവരും സ്വീകരിക്കും, പ്രത്യേകിച്ച് അവർ നമ്മളെ വേണ്ടപ്പെട്ടവരാണ്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജീവിച്ചോട്ടെ എന്ന് പറയുന്നു. ആസാമിൽ നിന്നും ഹിമന്ത ബിശ്വ ശർമ്മ പുറത്താക്കിയ ബംഗ്ലാദേശികളിൽ നല്ലൊരു ഭാഗം വെസ്റ്റ് ബംഗാൾ വഴി നമ്മുടെ കേരളത്തിലെ വയനാട് എത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകളുണ്ട്. ഒരു ചെറിയ ഭാഗം അവരിവിടെ എത്തിയാൽ മതി, അവർ വലിയ താമസമില്ല, വലിയ ഭാഗം മാറിപ്പോകും. അപ്പോൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, അവർക്കൊരു റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അവരുടെ ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ പറയുന്ന ആളുകൾക്ക് അവർ വോട്ട് ചെയ്യും. അവർക്കെന്താ പ്രശ്നം? ഈ ആളുകൾക്ക് എന്തെങ്കിലും രാജ്യത്തോട് സ്നേഹം ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെയുള്ള അന്തഃഛിദ്രം മുതലെടുത്തുകൊണ്ട് അവർക്ക് ആയുധങ്ങളും പണവും നൽകി അവരെന്ത് ചെയ്യുക, ഈ ആക്രമണ രംഗത്തേക്ക് തിരിച്ചുവിടുക, തമ്മിലടിച്ച് ചാവട്ടെ എന്നുള്ളതാണ് മനസ്സിലായി. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഖ്യാപനം കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, ജൻസി തെരുവിലിറങ്ങണമെന്ന്. ശ്രദ്ധിച്ചിരുന്നല്ലോ? ജൻസി തെരുവിലിറങ്ങുക എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം, തെരുവിൽ ഡോക്ടർമാരിറങ്ങി. ഡോക്ടർമാരെന്ത് ചെയ്യുന്നു, തെരുവിൽ ബോംബ് വയ്ക്കുന്ന സാഹചര്യം. ഇത് നമ്മളൊന്ന് കൂട്ടി വായിച്ചു നോക്കണം. എന്തെങ്കിലുമൊക്കെ ഇതിൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിൽ വരികയും ഇതുപോലുള്ള കാറുകളിൽ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള
കിലോ കണക്കിന്, ആയിരക്കണക്കിന് കിലോ സ്ഫോടക വസ്തുക്കളും കൊണ്ട് വെച്ച് ഒന്ന് ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്ന യുവാക്കൾക്ക് മാത്രം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അല്ല, അത്തരമൊരു വലിയൊരു സ്ഫോടനമാണല്ലോ അവർ ലക്ഷ്യമിട്ടിരുന്നത്. ആണ്, തീർച്ചയായിട്ടും. 300 അല്ല, 2900 കിലോ. 300 കിലോ ഇവിടെ വന്നതിലാണ് ഉണ്ടായിരുന്നത്. 2900 കിലോ പിടിച്ചെടുത്തു 2 ദിവസം മുമ്പ്. അത് പല വീടുകളിൽ നിന്നാണ്, ഒരു സ്ഥലത്ത് നിന്നല്ല, പല വീടുകളിൽ നിന്നാണ് ഈ 2900 കിലോ പിടിച്ചെടുത്തത്. അപ്പോൾ ഈ വീടുകളൊക്കെ, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഈ ആളുകളൊക്കെ നരേന്ദ്രമോദി കൊടുക്കുന്ന ഫ്രീ റേഷനും വാങ്ങിച്ച്, ഉജാലയുടെ ഗ്യാസും വാങ്ങി, പിന്നെ എന്തെങ്കിലും വ്യവസായം തുടങ്ങാനുള്ള ലോണും വാങ്ങിയാണ് ഈ പണി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ തടയുകയും അതോടൊപ്പം പാകിസ്ഥാന് നല്ലൊരു അടിയും കൊടുത്തില്ല എങ്കിൽ ഇന്ത്യക്ക് ഒരിക്കലും ഈ ഭീഷണി ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി അടിക്കുമ്പോഴത്തേക്ക് തീർത്താൻ അടിക്കുക. എല്ലാ ഭാരതീയരും ആഗ്രഹിക്കുന്നതായിരിക്കുമല്ലോ. ഒരു നിരന്തര ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇല്ലായിരുന്നു, വീണ്ടും തലമുക്കിയെങ്കിൽ അതിനെ തലയ്ക്ക് അടിച്ച് അമർത്തേണ്ടത് അത്യാവശ്യമാണ്. അതായിരിക്കാം ഇനിയിപ്പോൾ ഒരുപക്ഷെ ഭാരത സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.